അപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്തിരിക്കല്ലേ? ക്ഷമിക്കൂ, ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരണമെന്നില്ല. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായി വരും. അന്ന് ഞാൻ വിവരം അറിയിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നിടത്ത് ഈ ലോറിയുമായി വരണം. തീർച്ചയായും വരും. താമസിയാതെ തന്നെ നമുക്കിനി കാണാം. ഇൻഷാ അല്ലാഹ്. പറ്റേ. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നറിയാം? ലയൺ സി മേനോൻ എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ടല്ല ആരോപണം ഉന്നയിച്ചത്. വെട്ടിമാറ്റിയ കാല് കാണിച്ച് തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട് തന്നെ. അതൊക്കെ സത്യമാണെന്നുള്ളതിന് എന്താ തെളിവ്? ആരെങ്കിലും ശത്രു കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എന്തുകൊണ്ടായാലും ഞാനിത് വിശ്വസിക്കുന്നു. മേനോനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് വാറണ്ട് തരണം. നോ, ഒരിക്കലും തരില്ല. എന്തുകൊണ്ട്? ആ അറസ്റ്റ് നിലനിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ. കാരണം? അത്രയേറെ സ്വാധീനമുള്ള മഹാനാണ് അദ്ദേഹം. മഹാന? ഇന്ന് മഹാനെന്ന് സ്വയം ഭാവിക്കുന്ന പലരും മഹത്വം വില കൊടുത്ത് വാങ്ങിയവരാണ്. അവരുടെ ഹീനപ്രവർത്തികൾ മറയ്ക്കുവാനുള്ള ഒരു പുറംചാട്ടായിട്ട് അവരെ എന്നെ ഉപയോഗപ്പെടുത്തുന്നു. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ കൊള്ളയും കൊലയും കള്ളക്കടത്തുമെല്ലാം ഇതുപോലെ തന്നെ തുറന്നുകൊണ്ടിരിക്കും. നീ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ശരി, ലയൺ സി മേനോനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കില്ല. തന്റെ പേരെന്താ? നാരായണൻ. തന്റെ പേരോ? അഹമ്മദ് കുട്ടി. എന്താണോ? കള്ളക്കടത്താണ് സാർ. ഒരു ലോറി കുരുമുളക്, ഒരു ലോറി ഏലവുമാണ്. 2 ലോറിക്കും പെർമിറ്റ് ഇല്ല. ചരക്കിന്റെ ഉടമസ്ഥ ആരാ? എത്ര ചോദിച്ചിട്ട് അവർക്ക് അറിയില്ലെന്ന് പറയുന്നു. ആഹാ. അന്നേ ആർക്ക് വേണ്ടിയാണ് ഇത്? അറിയില്ല സാർ. ഒന്നും പേടിക്കണ്ട. ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കടത്തിവിട്ടേക്കാം. പറയാൻ. ഞങ്ങൾക്കറിയില്ല. ലയൺ സി മേനോന്റെ വണ്ടിയല്ലേ? പറയണോ? അതെ സാർ. അത് പറഞ്ഞാ പോരെ? കേസൊന്നും ചാർജ് ചെയ്യണ്ട, ലോറിയിൽ വിട്ടേക്ക്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മിസ്റ്റർ ജയമോഹന്റെ സഹായം എനിക്ക് ഇനിയും തുടർന്നുണ്ടാവണം. അതിന് പ്രത്യേകിച്ച് പറയണോ? പറയാതെ തന്നെ ഞാൻ ചെയ്യില്ലേ? എന്നാലും പറയേണ്ട ഒരു കടമ എനിക്കുണ്ട്. ഇതായിരിക്കട്ടെ. എന്താ ഇത്? ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഓ, ഇത് വേണമായിരുന്നില്ല. ഇരിക്കട്ടെ. ശരി, അങ്ങയുടെ ഇഷ്ടം. നാളെ രാത്രി ഒരു 10 ലോറി കൂടെ വരുന്നുണ്ട്. അത് മുഴുവൻ ഫോറിൻ ഗുഡ്സാ. എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, ഡോണ്ട് വറി. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തോളാം. താങ്ക്സ്. ഇത് പഴയൊരു കൊട്ടാരമല്ലേ? അതെ, കഴിഞ്ഞ മാസം ഞാൻ ലേലത്തിൽ പിടിച്ചതാ. ഒഴിഞ്ഞ സ്ഥലമല്ലേ, അത്യാവശ്യം വന്നാൽ നമുക്കൊരു ഗോഡൌണായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി. മറ്റു വല്ല ആവശ്യം വന്നാ അതിന് ഉപയോഗിക്കാമല്ലോ. കറക്റ്റ്. എന്തിനും ഒരു മുൻകരുതൽ വേണമല്ലോ. ഓക്കെ, ഞാൻ മറ്റേ. ഓക്കെ. ഇവൻ അന്ന് മരിക്കാതിരുന്നത് നന്നായി അല്ലേ? അതെ സാർ, ആളിപ്പോ നല്ല കുട്ടപ്പനായി. ഒടുവിൽ അവൻ നമ്മുടെ കയ്യിൽ തന്നെ വന്നു വീണു. അതെങ്ങനെ വീഴാതിരിക്കും? രൂപ 5 ലക്ഷമല്ലേ കിട്ടിയിരിക്കുന്നത്? എന്നാലും ഒരു കണ്ണു വേണം. കാക്കിയുടുപ്പിനെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുന്നത് അപകടമാ. ഇത്രയും വലിയൊരു തോത് എനിക്ക് എവിടുന്ന് കിട്ടി? സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ചോദിച്ചതിന് മറുപടി പറയും. ലോറികൾ കടത്തിവിട്ടതിന് ലയൺ സി മേനോൻ തന്ന കൈക്കൂലിയാണിത്. കൈക്കൂലിയോ? അതെ, 2 ലോറികൾ കടത്തിവിട്ടതിനല്ല. മഹാനായ ലയൺ സി മേനോന്റെ 10 ലോറികൾ കൂടി കള്ളക്കടത്ത് സാധനമായി ഇന്ന് രാത്രി വരും. അത് കടത്തിവിടാൻ തന്ന അഡ്വാൻസ് ആണിത്. ആ ലോറിയും മേനോന്റെ നല്ലെന്ന് ഇനിയും നിങ്ങൾ പറയുമായിരിക്കും. നോ, ഐ കാന്റ് ബിലീവ് ഇറ്റ്. നല്ലവനെ എരപ്പാളയും തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങൾക്ക് ഏത് കോന്തരാണ് ഈ ഉദ്യോഗം തന്നത്? ഞാൻ ഇപ്പൊ തന്നെ നിന്റെ കൂടെ വരാം, മിസ്റ്റർ മേനോന്റെ വീട്ടിലേക്ക്. ആ വലിയ മനുഷ്യന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാമോ ഈ പണം അദ്ദേഹം നിനക്ക് കൈക്കൂലി എന്നാണെന്ന്? അത്
ജയമോഹൻ പിന്തുടരുന്നുണ്ട്. ഈ പരിസരത്ത് കടക്കുന്നതിന് മുമ്പേ തകർത്ത് കളഞ്ഞേക്ക്. വരണം മിസ്റ്റർ ജയമോഹൻ. ഇത്ര പെട്ടെന്ന് വീണ്ടും ഇവിടെ വരേണ്ടി വരുമെന്ന് കരുതിയില്ല. വത്സലയും കുട്ടികളും ഇവിടെ അകത്തുണ്ടല്ലോ. ആക്സിഡന്റിന് ശേഷം ബുദ്ധി തെളിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. നീയും നിന്റെ തന്ത ബി.ജി. മേനോനും അവന്റെ തന്തയും ചേർന്നാലും എന്നെ ചുക്കം ചെയ്യാൻ കഴിയില്ല. ഭദ്ര, അവളെയും കുട്ടികളെയും കൊണ്ടുവരൂ. എന്റെ അപ്പണിക്കുട്ടിയെ കൊന്നു ദ്രോഹി, നിന്നെ കൊല്ലും. സാർ, ഇവൻ ജയമോഹനല്ല, വിക്രമനാണ്. പാറമടയിൽ ജോലി ചെയ്യുന്ന വിക്രമൻ. എന്റെ കൂട്ടുകാർ രണ്ടുപേരെ കൊന്നുകൊന്നി ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ വിക്രമനാണിവൻ. ജയമോഹന്റെ കള്ളവേഷമിട്ട് വന്നിരിക്കുന്നു. സത്യം പറയേ, നീ ആരാണ്? സർക്കിൾ ഇൻസ്പെക്ടർ ജയമോഹൻ. നിനക്ക് പാറ പൊട്ടിക്കാൻ അറിയാം? നോ. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? MSc ഫസ്റ്റ് ക്ലാസ്. MSc is an abbreviation. What is the full form? അത് Tell me, what is the full form of MSc? അത് പിന്നെ വണ്ടർഫുൾ. കടുവയെ പിടിക്കുന്ന കിടുവ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ നേരിൽ കണ്ടു. മിടുക്കൻ. ഇവനെ കൊണ്ടുപോയി വേണ്ട വിധത്തിൽ സൽക്കരിക്കൂ.
എന്റെ കുടുംബത്തിന്റെ ഉത്തമ സുഹൃത്തായി നടിച്ച് എന്നെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ ഒട്ടേറെ കൊള്ളയും കൊലയും നടത്തി. എന്റെ മൂത്ത മകനെ നിങ്ങൾ കൊന്നു. പക്ഷേ എന്റെ ഇളയ മകൻ നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. മോനെ, നിന്റെ കണക്കൂട്ടൽ ശരിയാണെന്ന് നീ തെളിയിച്ചു. നീ ജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മോളെ, വിക്രമൻ അനുവദിച്ചിരുന്ന സമയം നാളെ തീരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അവനെ കൊണ്ടുവന്നത്. മദ്രാസിൽ ചെന്ന ഉടനെ ഞാൻ അവന് വേണ്ടി ഗവൺമെന്റിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കും. ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തെ അമർച്ച ചെയ്യാൻ എന്റെ മകൻ ചെയ്ത സേവനത്തെ പരിഗണിച്ച് അവന്റെ ശിക്ഷ ഇളവ് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. ലെറ്റ് us hope for the best. വരൂ മോനെ.